എല്ലാവർക്കും നല്ല നമസ്കാരം. ഈദ് മുബാറക്. സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കൂട്ടായ്മയുടെയും എല്ലാം വലിയ ആഘോഷമാണ് ഓരോ പെരുന്നാളുകളും നമുക്ക് നൽകുന്നത്. ഞാൻ താമസിക്കുന്നത് ചാലക്കുടിയിലാണ്. ചാലക്കുടിയിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ മതങ്ങളുടെയും ഉത്സവങ്ങളും പെരുന്നാളുകളും എല്ലാം തന്നെ എല്ലാവരുടെയുമായി ഏറ്റെടുത്ത് ആഘോഷിക്കുന്ന ഒരു സമൂഹമാണ് ചാലക്കുടിയിലുള്ളത്. അത് ചാലക്കുടി പള്ളി പെരുന്നാളായാലും ഉത്സവം, മറ്റ് കണ്ണമ്പുഴ ഉത്സവം, അതുപോലെ ഇവിടുത്തെ ചാലക്കുടിയിൽ പ്രധാനപ്പെട്ട ഉത്സവങ്ങളൊക്കെ ആയാലും ഈ മുസ്ലിം പള്ളിയിലെ പെരുന്നാളുകളായാലും എല്ലാം തന്നെ ഇവിടുത്തെ ജനസമൂഹം ഏറ്റെടുക്കുന്ന വളരെ മതമൈത്രിയിൽ മാനവികത ഏറ്റവും കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്ന പ്രദേശമാണ് ചാലക്കുടി. ഇന്ന് ചെറിയ പെരുന്നാളാണ്. ഇത് മുസ്ലിം വിശ്വാസികൾക്ക് മാത്രമല്ല, ഇവിടെയുള്ള എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും ഈ ഉത്സവത്തെ ഓർക്കുന്നു, ഈ ഉത്സവത്തിൻ്റെ സന്ദേശം ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് ചാലക്കുടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ടൗൺ ജുമാ മസ്ജിദിലെ ഇമാമായിട്ടുള്ള ഹുസൈൻ ബാഖവി അവറുകൾ, ഈ ഉസ്താദ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളിലും, അതായത് ഈ ചാലക്കുടിയുമായി ബന്ധപ്പെട്ട എല്ലാ സാമൂഹിക സാംസ്കാരിക കാര്യങ്ങളിലൊക്കെ തന്നെ പങ്കെടുക്കുന്ന ഒരു അതുല്യ വ്യക്തിത്വത്തിനുടമയാണ്. ഇപ്പോൾ ഈ പെരുന്നാളിന് മുൻപായിട്ട് നടന്ന ഒരുപാട് ഇഫ്താർ വിരുന്നുകൾ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടു. അത് പലതരത്തിൽപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ സംഘടനകളൊക്കെ തന്നെ ചേർന്ന് നടത്തിയിട്ടുള്ളതാണ്. ഇതിലെല്ലാം ഉസ്താദ് പങ്കെടുക്കുകയുണ്ടായി. അപ്പോൾ ഈ ചാലക്കുടിയിലെ എല്ലാ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെല്ലാം തന്നെ നിറഞ്ഞു നിൽക്കുന്നൊരു വ്യക്തിത്വമാണ് ഇവിടുത്തെ ഇമാമായിട്ടുള്ള ഹുസൈൻ ബാഖവി. ഇത് തന്നെ ഒരു മതമൈത്രിയുടെ ഒരു വലിയ കൂട്ടായ്മയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാലക്കുടിക്കാരനായ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമായിട്ടാണ് ഒരു മുസ്ലിം ദേവാലയത്തിൻ്റെ അകത്ത് കയറാനും അതുപോലെ തന്നെ ഈ നിസ്കാര കർമ്മങ്ങളൊക്കെ എടുക്കാനായിട്ട് എനിക്ക് സാധിച്ചത്. അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകളും കാര്യങ്ങളൊക്കെ മാറുന്നത് ഇവിടെയാണ്. തീർച്ചയായിട്ടും ഈ പെരുന്നാൾ എൻ്റെയും കൂടി പെരുന്നാളാണ്. ഈ പെരുന്നാൾ എൻ്റെയും ഈ ചാലക്കുടിക്കാരുടെ എല്ലാവരുടെയും ഒരു പെരുന്നാളാണ്. ഈ ആഘോഷങ്ങൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. സ്നേഹമാണ് ഏറ്റവും വലുത്, മാനവികതയാണ് ഏറ്റവും വലുത് എന്നുദ്ഘോഷിക്കുന്ന ഈ പെരുന്നാളിൻ്റെ ഈദുൽ ഫിത്തറിൻ്റെ എല്ലാവിധ ആശംസകളും ഏവർക്കും നേരുകയാണ്. ടൗൺ ജുമാ മസ്ജിദിൽ പൊതുനമസ്കാരത്തിനായി ഒരുപാട് പേര് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആഘോഷങ്ങൾ രണ്ടു വിധമുണ്ട്. സ്വയം മറന്നുള്ള ആഘോഷവും സ്വയം സംസ്കരണത്തിനുള്ള ആഘോഷവും. സ്വയം മറക്കാനല്ല, സ്വന്തം ആത്മാവിനെ സംസ്കരിക്കാനുള്ള ആഘോഷമാണ് ഈദുൽ ഫിത്തർ. വ്യക്തികൾക്ക് സ്വന്തം ജീവിതത്തിലേക്കും കർമ്മങ്ങളിലേക്കും തിരിഞ്ഞു നോക്കാനും ആത്മപരിശോധന നടത്താനുമുള്ള പ്രേരണ കൂടിയാണിത്. ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിന് സമാപനം കുറിച്ചാണ് ഈദുൽ ഫിത്തർ സമാഗതമാകുന്നത്. പുണ്യമാസമായ റമദാന് ശേഷം എത്തുന്ന ശവ്വാൽ മാസത്തിലെ ആദ്യ ദിനമാണിത്. ഒരു മാസം നീണ്ട കാത്തിരിപ്പും ആരാധനകളാൽ സജീവമായ ഒരു ആത്മീയ യാത്രയും കഴിയുമ്പോഴേ വ്രതസമാപ്തി കുറിക്കുന്ന പെരുന്നാളായ ഈദുൽ ഫിത്തറിലേക്ക് എത്തിച്ചേരാൻ കഴിയുള്ളൂ. റമദാൻ വ്രതകാലത്തെ ശരിയായ വിധത്തിൽ സ്വീകരിക്കുകയും ഉപയോഗിക്കുകയും ചെയ്തോ എന്ന ചോദ്യം നിശബ്ദമായി ഈ സുദിനം ഉന്നയിക്കുന്നുണ്ട്. ഈ ചോദ്യത്തിന് അതെ എന്ന് ഉത്തരം നൽകാൻ കഴിയുന്നവർക്കാണ് പെരുന്നാൾ ആഘോഷത്തിൻ്റെ യഥാർത്ഥ സന്തോഷവും സത്യവും ആസ്വദിക്കാൻ സാധിക്കുക. റമദാൻ ഓരോ ദിവസവും പിന്നിടുമ്പോഴും ആത്മീയതയുടെ ഓരോ ചുവടുകൾ കയറി ഒടുവിൽ പെരുന്നാൾ ദിനത്തിൽ ആസ്വദിക്കുന്ന സന്തോഷം. സർവശക്തനായ ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് അവന് കീഴ്പ്പെട്ടുള്ള ജീവിതത്തിൻ്റെ ആസ്വാദനമാണ്. പ്രാർത്ഥനയും ദൈവകീർത്തനങ്ങളും ആരാധനയും തന്നെയാണ് ഈദുൽ ഫിത്തറിൻ്റെ പ്രധാന ചടങ്ങുകൾ. ഫിത്തർ സക്കാത്താണ് മറ്റൊരു പ്രധാന കർമ്മം. ലോകസമാധാനം, സർവ്വസാഹോദര്യം, മതസൗഹാർദ്ദം തുടങ്ങിയ പ്രധാന സന്ദേശങ്ങളാണ് ഈദുൽ ഫിത്തർ. സ്നേഹത്തിനും സാഹോദര്യത്തിനും വലിയ പ്രാധാന്യമാണ് ഇസ്ലാം മതം നൽകിയിരിക്കുന്നത്. സമൂഹത്തിൽ പിണക്കവും വില്ലുകളുമൊന്നും പാടില്ലെന്നാണ് മതനിർദ്ദേശം. പ്രവാചകൻ മുഹമ്മദ് നബി പറഞ്ഞു, ഒരു വിശ്വാസി തൻ്റെ സഹോദരനോട് സംസാരിക്കാതെ 3 രാത്രിയേക്കാൾ കൂടുതൽ അകന്നു നിൽക്കാൻ പാടില്ല. ആദ്യം പിണക്കം തീർക്കുന്നവനാണ് അവരിൽ ഉത്തമൻ. സ്വയം സന്തോഷിക്കുന്നതിനൊപ്പം ആ മനോഭാവം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും ഈദ് ദിനം ഉപയോഗപ്പെടുത്തുന്നു. അഭിവാദ്യത്തിനും ഹസ്തദാനത്തിനും ശേഷം പരസ്പരം ആശ്ലേഷിച്ചാണ് ഈദ് ആശംസകൾ കൈമാറുന്നത്. പ്രസന്ന മുഖത്തോടെ തൻ്റെ സഹോദരനെ സമീപിക്കുന്നത് പോലെ ഒരു സൽക്കർമ്മവും നിസ്സാരമായി തള്ളിക്കളയരുതെന്നാണ് പ്രവാചക വചനം. സാമൂഹിക സ്പർദ്ധ വർദ്ധിച്ചു വരുന്ന ഇക്കാലത്ത് റമദാൻ മാസവും ഈദ് ആഘോഷവും സാമൂഹിക സഹവർത്തിത്വത്തിൽ അധിഷ്ഠിതമായ കരുത്തുള്ള സമൂഹവും രാജ്യവും കെട്ടിപ്പടുക്കാൻ സഹായമാകണം. അതിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. എല്ലാവർക്കും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സ്നേഹവും സന്തോഷവും നിറഞ്ഞ ഈദുൽ ഫിത്തർ ആശംസകൾ. അത്യുന്നതൻ അല്ലാഹു, പരമോന്നതൻ അല്ലാഹു, അല്ലാഹ് അല്ലാതെ ദൈവമില്ല. അത്യുന്നതൻ അല്ലാഹു, പരമോന്നതൻ അല്ലാഹു.
സകല സ്തുതിയും അല്ലാഹുവിനത്രേ. മതമൈത്രിയുടെ നാടായ ചാലക്കുടിയിൽ ഈദുൽ ഫിത്ർ ആഘോഷവും പ്രാർത്ഥനകളും നടന്നു. ചാലക്കുടി ടൗൺ ജുമാ മസ്ജിദിൽ രാവിലെ 8 മണിക്ക് നടന്ന പൊതുനിസ്കാരത്തിനും പെരുന്നാൾ സന്ദേശത്തിനും ചീഫ് ഇമാം ഹുസൈൻ ഭാഗവി നേതൃത്വം നൽകി. അറബി പ്രഭാഷണത്തിന് അസിസ്റ്റന്റ് ഇമാം മുത്തലിബ് ഫലാഹി നേതൃത്വം നൽകി. പൊതുനിസ്കാരത്തിന് ശേഷം വിശ്വാസികൾ പരസ്പരം ആലിംഗനം ചെയ്ത് ഈദ് മുബാറക് ആശംസകൾ നേർന്നു. നൂറുകണക്കിന് വിശ്വാസികളാണ് ടൗൺ ജുമാ മസ്ജിദിൽ പൊതുനിസ്കാരത്തിനെത്തിയത്. سمع الله لمن حمده الله أكبر الله أكبر الله أكبر اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. الأرض كيف سطحت فذكر إنما أنت مذكر لست عليهم بمسيطر إلا من تولى. الله الله أكبر الله أكبر الله أكبر. سمع الله لمن حمده الله أكبر الله أكبر. الله أكبر. السلام عليكم ورحمة الله ورحمة الله. ഈദുൽ ഫിത്തർ ദീർഘമായ 30 ദിവസം പകല് അന്തിയോളം അന്നപാനീയങ്ങളെല്ലാം ഉപേക്ഷിച്ച് മറ്റ് വികാരങ്ങളെല്ലാം ദൈവത്തിൻ്റെ കൽപ്പനയുടെ മുമ്പിൽ അടിയറ പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവത്തിനുള്ളതാണ്, ഞാൻ ദൈവത്തിലേക്ക് ഇഴുകിച്ചേർന്നു എന്ന ഓരോ വയസ്സിലും പഠിപ്പിക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ മനുഷ്യരോ ആണോ അവർക്കെല്ലാം ദുശീലങ്ങളുണ്ട്, ആ ശീലങ്ങളെല്ലാം മാറ്റി ധാർമ്മികവും സാംസ്കാരികവുമായ ഒരു ശരീരത്തെ കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് വ്രതം കൊണ്ടുള്ള ഉദ്ദേശം. ആ സജ്ജമാക്കിയ ആ 30 ദിവസം കൊണ്ട് ആർജിച്ചെടുത്ത ആ ആത്മീയമായ പ്രകാശം, ആത്മീയമായ ഗുണം സ്വന്തം ജീവിതത്തിലും കുടുംബത്തിലും സമൂഹത്തിലും ആ ആത്മീയത അനുസരിച്ച് പ്രവർത്തിക്കുകയും കൂടെ ചെയ്യുമ്പോഴാണ് ഈ നോമ്പ് അർത്ഥവത്താകുന്നത്. 30 ദിവസം പട്ടിണിക്കിരുന്നു എന്നതുകൊണ്ട് മാത്രം ഒരാൾ ആത്മീയമായ പുരോഗതി ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു ആത്മീയമായ പുരോഗതിക്ക് വേണ്ടിയല്ല ദൈവം ഈ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നത്.
സമൂലമായിട്ടുള്ളൊരു മാറ്റം ഉണ്ടാകും. ധാർമ്മികവും അതുപോലെ തന്നെ സാംസ്കാരികവുമായ പൂർണ്ണമായ ഒരു മാറ്റം. കണ്ണ്, ചെവി, അറിവ് സമ്പാദിക്കുന്ന 5 അവയവങ്ങളും പരിശുദ്ധമായിരിക്കണം. കണ്ണ്, കാണുക, കേൾക്കുക, കൈതൽ. ഇതാണ് നോമ്പ് കൊണ്ടുള്ള ഉദ്ദേശം. അപ്പോൾ തന്നെ പ്രപഞ്ചത്തിലുള്ള സർവ്വ വസ്തുക്കളും മനുഷ്യർക്ക് വേണ്ടി ദൈവം സൃഷ്ടിച്ചതാണ്, വേറെ ഒരാൾക്ക് വേണ്ടിയല്ല. ഇപ്പോൾ പശു എന്ന് പറയുന്ന ഒരു പാല് തരുന്നതാണ്, ആ പശുവിന് വേണ്ടിയല്ലല്ലോ സൃഷ്ടിച്ചത്, നമുക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സസ്യലതാദികളും മൃഗങ്ങളും മനുഷ്യർ, ജാതി മതഭേദം എല്ലാവരും അവർക്ക് ഗുണം ചെയ്യലാണ് ഈ മനുഷ്യൻ്റെ സൃഷ്ടിക്കുകൊണ്ടുള്ള ഉദ്ദേശം. അതിന് പക്വതയും പാകതയുള്ള ഒരു മനുഷ്യനാക്കി പരിവർത്തനം ചെയ്യലാണ് അവതാര പുരുഷന്മാർ, പ്രവാചകന്മാർ, അപ്പോസ്തലന്മാരെയൊക്കെ ദൈവം നിശ്ചയിച്ചിരിക്കുന്നത്. ആ പരിവർത്തനത്തിൽ ഒരു യഥാർത്ഥ മനുഷ്യനായി ജീവിച്ച് മരിക്കാൻ, നമ്മൾ മരണപ്പെടുമ്പോഴും നമ്മൾ ഈ ജീവിച്ച് കുറേ കാലം കൂടെ ജീവിക്കേണ്ടവരായിരുന്നു എന്ന് നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ളവർ പറയത്തക്ക നിലയിൽ ധാർമ്മികമായ ഒരു ജീവിതം കാഴ്ചവെക്കാൻ ഈ നോമ്പ് എല്ലാവർക്കും ഉതകട്ടെ. ഈദുൽ ഫിത്തറിൻ്റെയും എല്ലാത്തിൻ്റെയും എല്ലാ നിലയിലുള്ള ഈദുൽ ഫിത്തർ വരാൻ പോകുന്ന വിഷു, മറ്റു കാര്യങ്ങൾ എല്ലാവർക്കും എല്ലാ ജാതിക്കാർക്കും പെരുന്നാളിൻ്റെ ആശംസകൾ നേർന്നുകൊള്ളുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നു. ചാലക്കുടി ആര്യങ്കാല മുഹിയുദ്ദീൻ ജുമാ മസ്ജിദിൽ ചെറിയ പെരുന്നാൾ നിസ്കാരത്തിന് ഇമാം സ്വാലിഖ് സഖാഫി അൽ അസ്ഹരി നേതൃത്വം നൽകി. നിസ്കാരത്തിന് ശേഷം പുറത്തിറങ്ങിയ വിശ്വാസികൾക്ക് ആര്യങ്കാല മസ്ജിദ് വാർഡ് കൗൺസിലർ ജോജി കാട്ടാളനും മകൻ സ്റ്റീവ് ജോജിയും ഈദാശംസകൾ നേരുകയും മധുരം വിതരണം നടത്തുകയും ചെയ്തത് പെരുന്നാളിൻ്റെ സാഹോദര്യ അനുഭവമായി മാറി.